ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഗിവ് അവേ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോൻ്റെ ഞാൻ ഒരിക്കലും ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല ആ വീഡിയോയ്ക്ക് എനിക്ക് ഇത്ര അധികം റീച്ച് കിട്ടുന്നൊന്നും. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ താഴെ ഒരു 1000+ കമൻറ്റ്സ് ഉണ്ടായിരുന്നേ. ഞാൻ മാക്സിമം പറ്റാവുന്ന എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പേർക്കായിരുന്നു ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത്രയും കമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ 5 എന്നുള്ളത് 6 പേർക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത്രയും ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഞാൻ പിന്നെയും വീണ്ടും കമൻസ് ഒക്കെ ഇരുന്ന് വായിച്ച് നോക്കിയപ്പോൾ അതിൽ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടടാ. അപ്പോൾ എനിക്ക് ചേച്ചി എനിക്ക് കുറച്ച് ഡ്രസ്സ് തരുമോ, എനിക്ക് ആ ബാഗ് തരുമോ, അത് തരുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്തു ഓണൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഒരു ഗിവ് അവേയും കൂടി ആയാലോ എന്ന് ഞാൻ വിചാരിച്ചേ. അപ്പം നിങ്ങൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്രൈറ്റീരിയസ് പറയാം. അപ്പോൾ നിങ്ങൾ അത് വെച്ച് ഫോളോ ചെയ്താൽ മതി. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപേ എനിക്ക് നിങ്ങളടുത്ത് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇത്രയും ഒരു വാം വെൽക്കം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല. കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു അത്, ഗിവ് അവേ വീഡിയോ. നല്ല കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നേ. ലൈക്ക് ചേച്ചി യൂട്യൂബേഴ്സൊക്കെ കുറേ മില്യൺ ഫോളോവേഴ്സ് ആകുമ്പോഴും അതുപോലെ മോണിറ്റൈസേഷൻ ആകുമ്പോഴൊക്കെയാണ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ചേച്ചി വന്നിട്ട് ഫസ്റ്റ് വീഡിയോ തന്നെ ഗിവ് അവേ കൊടുത്തതിൽ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നടാ. അപ്പം എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇപ്പോഴും ആ വീഡിയോയിൽ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അപ്പം പിന്നെ ഓണൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഗിവ് അവേയും കൂടെ അങ്ങ് പ്ലാൻ ചെയ്തേക്കാന്ന്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു Q&A ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാത്തിനുള്ള ആൻസർ പറയാവേ. പിന്നെ വലിയ യൂട്യൂബേഴ്സ് ഒന്നും ചെയ്യുന്ന പോലെ ഇപ്പം എനിക്ക് വലിയ ഗിവ് അവേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഗിവ് അവേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാനത് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇനി നമുക്ക് റവന്യൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഗിവ് അവേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ തോട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ ക്രൈറ്റീരിയാസ് ഒക്കെ കടന്നിട്ട് വേണമല്ലോ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയ ഗിവ് അവേസ് ഒക്കെ ചെയ്യാവേ. പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോൻ്റെ അടിയിൽ കുറേ പേര് വന്നിട്ട് അവർക്കൊന്നും കിട്ടിയില്ല, എനിക്ക് കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്തു, ചേച്ചി തന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഞാൻ കണ്ടേ. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ അവിടെ 5 പേരെ സെലക്ട് ചെയ്യണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ 6 പേരെ അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ കമൻസ് ഒക്കെ കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പി ആയതുകൊണ്ട് ഞാൻ 6 പേരെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ കുറേ കമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണമൊക്കെയല്ലേ, കുറച്ച് പേരും കൂടി ഒന്ന് ഹാപ്പി ആക്കിയേക്കാന്ന് ഞാൻ വിചാരിച്ചേ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഗിവ് അവേ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയല്ലോടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യുന്നതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. എന്നെക്കൊണ്ട് പറ്റാവുന്നതല്ലേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെയൊക്കെ നമുക്കിനി ചെയ്യാം, കുറേ സമയമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ എല്ലാം സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാവേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇത്രയൊരു എൻഗേജ്മെൻ്റ് ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റീച്ച് ആവത്തുള്ളൂ, ഒരു 5-10 പേര് കമൻറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കമൻറ്റ്സ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടാണ് 5 എന്നുള്ളത് 6 പേരാക്കി മാറ്റിയത്. അപ്പോൾ ഇനി ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാമല്ലേ. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഇപ്പോൾ ഓണമൊക്കെ അല്ലേ. ഇപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഉള്ളിൽ. ഇപ്പോൾ ഇപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ഗിഫ്റ്റ് കിട്ടിയാൽ നന്നായിരിക്കും എന്നൊക്കെ ഒരു തോട്ട് ഉണ്ടാവില്ലേ. ലൈക്ക് ഒരു ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോടാ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ വീഡിയോൻ്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓണത്തിന് വേണമെന്നുള്ള ഒരു സാധനത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക്
അവർ കമൻറ്റ് ചെയ്തിട്ടുള്ള സാധനം ഞാൻ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ വന്നിട്ട് വലിയ വലിയ സാധനങ്ങളൊന്നും കമൻറ്റ് ചെയ്യില്ല. അതൊന്നും എനിക്കിപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ആവുന്നേ ഉള്ളൂ. അപ്പം അതൊന്നും എന്നെക്കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലടാ. പക്ഷേ എന്താ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഇപ്പോൾ ലിപ്സ്റ്റിക്ക്, ഡ്രസ്സ്, ഫുഡ് വെയർ, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷ് ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് ഞാനത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അവരുടെ വിഷ് എന്താ അത് ഞാൻ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ആരും വന്നിട്ട് മറ്റേ ഗോൾഡ്, സൈക്കിള്, ബൈക്ക്, കാറ് അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളൊന്നും ആരും കമൻറ്റ് ചെയ്തേക്കല്ലേ. അതൊന്നും ഇപ്പം എനിക്ക് പറ്റത്തില്ല. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇയറിങ്സോ, ബാങ്കിളോ, ചെയിനോ, ലിപ്സ്റ്റിക്കോ, ഡ്രസ്സോ, അങ്ങനത്തെ എന്തെങ്കിലും കുട്ടി കുട്ടി സാധനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചു തരാം. പിന്നെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ നല്ല കമൻറ്റ് നോക്കിയിട്ട് എല്ലാവർക്കും സെലക്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം കമൻറ്റ് പിക്കർ വഴിയായിരിക്കും ഞാൻ 5 പേരെ സെലക്ട് ചെയ്യുന്നത്. 5 പേരുടെ കമൻറ്റ് ഞാൻ കമൻറ്റ് പിക്കർ വഴിയാണ് പിക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കമൻറ്റ്സ് ഇട്ടിട്ട് കാര്യമില്ല. ഒരാൾ വന്നിട്ട് ഒരു കമൻറ്റ് 1-2 കമൻറ്റ് ഇട്ടാൽ മതി, അത് തന്നെ കൂടുതലാണ്. കാരണം കമൻറ്റ് പിക്കറിൽ ഞാൻ മൾട്ടിപ്പിൾ കമൻറ്റ്സ് എന്തായാലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങളുടെ വിഷ് എന്താണോ, അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് തന്നെ 5 വിഷ്, ഒരാൾ സെയിം പേഴ്സൺ ഒരു 5 വിഷ് ഇടാൻ പാടില്ല. മനസ്സിലായോ? അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണം, ഇപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടമെങ്കിൽ ഞാൻ വന്നിട്ട് ലിപ്സ്റ്റിക്ക് എന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഒരാൾ ലിപ്സ്റ്റിക്ക് എന്ന് കമൻറ്റ് ഇടുക. അല്ലാതെ ഒരാൾ തന്നെ വന്നിട്ട് ലിപ്സ്റ്റിക്ക്, എന്താ ഡ്രസ്സ്, ഫുഡ് വെയർ, അങ്ങനെ ഒരു 2-3 കമൻ്റ് ഒന്നും ഒരാൾ ഇടണ്ട. ഒരാൾ ഒരു കമൻറ്റ്, ഒരു വിഷ്. ഇപ്പോൾ ഈ ഓണത്തിന് വേണം തോന്നുന്ന ഒരു കുട്ടി സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം അങ്ങനെ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് നോക്കാം ഇത്ര പേര് കമൻറ്റ് ഇടുമെന്ന്. ഞാൻ ഇപ്പോഴും പറയാം, വലിയ വലിയ സാധനങ്ങളൊന്നും വന്ന് കമൻറ്റ് ചെയ്തേക്കല്ലേ. എനിക്കതൊന്നും ഇപ്പോൾ എഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കുട്ടി കുട്ടി സാധനങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ബാഗ്സ്, ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, കുട്ടി കുട്ടി സാധനങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ആരൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് 5 വിന്നേഴ്സ് എന്ന് നമുക്ക് സൂൺ അറിയാം. ഈ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും വന്നിട്ട് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണേ, അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണേ. പിന്നെ കമൻറ്റ് ഇടണം, അതുപോലെ തന്നെ വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ഗിവ് അവേയിൽ ഗിഫ്റ്റ് കിട്ടാത്തൊരു ആരും വിഷമിക്കേണ്ട. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടേന്നേ. പറയാൻ പറ്റത്തില്ലല്ലോ ആരാണ് ഇപ്പുറത്തെ ആ ഒരു വിന്നറെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഞാൻ ലൈവായിട്ടായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ലൈവായിട്ടായിരിക്കും ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൂൺ ഒരു ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ പറയാമേ. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ലൈവ് വരാം. എന്നിട്ട് നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാമേ. എന്തായാലും ഓണത്തിന് മുന്നേ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇനിയും ഫ്യൂച്ചറിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേഗം എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റ്. ഞാൻ വീണ്ടും നല്ല വലിയ വലിയ ഗിവ് അവേസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വേഗം പോയി കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, ബൈ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണോ? എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിക്കുക. നമ്മുടെ ഗിഫ്റ്റ്സും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി കളറാവട്ടെ. ഓക്കെ, അപ്പോൾ പോട്ടേടാ, പിന്നെ വരാം. ബൈ.